വെള്ളാപ്പള്ളി നടേശ ഗുരുവിന് ലഭിച്ച പത്മഭൂഷൺ വിവാദത്തിൽ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ട് തേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ രാഷ്ട്രപതിക്ക് നിവേദനം നൽകി. വെള്ളാപ്പള്ളി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പല ആരോപണങ്ങളും വെള്ളാപ്പള്ളിക്കെതിരെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയത്. ഇതോടെ വെള്ളാപ്പള്ളിക്ക് കിട്ടിയ പത്മഭൂഷൺ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ നൽകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് കേന്ദ്രത്തിലെ പ്രമുഖനായ അമിത്ഷയാണ്. അമിത്ഷാ തീരുമാനിക്കും വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത്. വെള്ളാപ്പള്ളിക്കൊപ്പം മമ്മൂട്ടിക്കും പത്മഭൂഷൺ കൊടുത്തിരുന്നു. അത് മമ്മൂട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമായി മമ്മൂട്ടി ഫാൻസുകാർ പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് രാഷ്ട്രീയ കളിയാണ്. വെള്ളാപ്പള്ളിക്ക് സൂചിപ്പിക്കുന്നത് ഇഷ്ടമാണ്. ആരെങ്കിലും ഒന്ന് തോപ്പിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ഹാപ്പിയാവും. വെള്ളാപ്പള്ളി അങ്ങനെ ഹാപ്പിയാവുന്ന ഒരു നാലാംകിട സാമുദായിക നേതാവാണ്. ആലോചിക്കണം, കുമാരനാശാൻ ഇരുന്ന കസേരയിലാണ് ഇയാളിപ്പോ ഇരിക്കുന്നത്. SM കോളേജ് ഫണ്ട് തിരിമറി കേസിൽ കൊല്ലം SM കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവുമായി നടന്ന ഫണ്ട് തിരിമറി കേസിൽ ഇയാൾ പ്രതിയാണ്. ഇയാൾ കോടതി കയറി ഇറങ്ങിയാണ്. ഇയാളുടെ സന്തോഷ സഹചാരിയായിരുന്ന KK മഹേശന്റെ ആത്മഹത്യ ഇയാൾക്ക് തിരിച്ചടിയാണ്. അതേക്കുറിച്ചുള്ള അന്വേഷണവും നടത്തിയാണ്. മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇയാൾ രൂപീകരിക്കുകയും മൈക്രോ ഫിനാൻസിലൂടെ കോടികൾ തട്ടിയെടുക്കുകയും ചെയ്തു ഈ നടേശ ഗുരു. നടേശ ഗുരുവിനെ കുറെ കാലം ശിവഗിരിയിൽ അടുപ്പിക്കില്ലായിരുന്നു. പിന്നീട് നടേശ ഗുരു അവിടെയും കയറിപ്പറ്റി. നടേശ ഗുരു കേരള കൗമുദിക്ക് കൊടുക്കുന്ന, കേരള കൗമുദി എന്ന് പറയുന്ന ഒരു നാലാംകിട പത്രമുണ്ട് കേരളത്തിൽ, SNDPയുടെ നാവ് എന്ന് പറയുന്ന പത്രം. അതിപ്പോൾ സവർണ മേധാവിത്വമുള്ള BJPയുടെ പത്രമായാണ് അറിയപ്പെടുന്നത്. അതിന്റെ സർക്കുലേഷൻ കുറഞ്ഞു, ജീവനക്കാർക്ക് ശമ്പളവുമില്ല. എന്തായാലും അതിൽ നൽകുന്ന പരസ്യങ്ങൾ അനുസരിച്ച് അവർ ഇയാൾക്ക് വേണ്ടി വാർത്തകൾ പടച്ചുവിടുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും വെള്ളാപ്പള്ളിയുടെ പത്മഭൂഷൺ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ഫോറം മുന്നോട്ട് വന്നിരിക്കുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്ക് എങ്ങനെ പത്മഭൂഷൺ കൊടുക്കും? ആ ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. രാഷ്ട്രപതിക്ക് നിവേദനം നൽകി കഴിഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുത്തതിനെ നമുക്ക് ന്യായീകരിക്കാം. കാരണം മലയാളം എന്നാൽ മമ്മൂട്ടിയാണ്, മമ്മൂട്ടി എന്നാൽ മലയാളമാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ അവിസ്മരണീയമായ വേഷങ്ങൾ ചെയ്ത മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വെള്ളാപ്പള്ളിക്ക് എന്താണ് അതിനുള്ള യോഗ്യത? പിണറായി വിജയനുമായി കാറിൽ വന്നിറങ്ങിയതാണോ അതിനുള്ള യോഗ്യത? പിണറായി വിജയനുമായി ഒരുമിച്ച് ഒരു കാറിൽ വന്ന് ഇറങ്ങി പിണറായി വിജയന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് ശ്രുതി പാടിയതാണോ യോഗ്യത? NSSുമായി ഇപ്പൊ ഒത്തൊരുമിപ്പിക്കാം, NSSും SNDPയും LDFന്റെ കൂടെ കാണും എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ നയം എന്തായി? NSS സെക്രട്ടറിക്ക് സുകുമാരൻ നായർക്ക് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി എന്താ പറയുക, വൃത്തികെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനായിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ട് സുകുമാരൻ നായർ പറഞ്ഞു, ദൂതനും വേണ്ട, ഒരു കോപ്പും വേണ്ട, ഞങ്ങൾ സമദൂരം. ഇടതുപക്ഷത്തിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും വലിയ അടി നൽകിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്.
മുസ്ലിം സമുദായത്തിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളെ മുഖ്യമന്ത്രി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ തമോഗർത്തത്തിലേക്ക് വഴുതി വീണു ഇടതുപക്ഷം. ഇനിയും 2 മാസമുണ്ട് ഇടതുപക്ഷത്തിന് തിരിച്ചു വരാം. പക്ഷെ വെള്ളാപ്പള്ളിയെ മുൻനിർത്തി യുദ്ധം നയിക്കാമെന്ന് കരുതിയാൽ അത് വലിയ തിരിച്ചടിയായി മാറും. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ ശുപാർശ ചെയ്തത് സംസ്ഥാന സർക്കാരല്ല, അത് BJPയുടെ ഒരു രാഷ്ട്രീയ കളിയായിരുന്നു. ആ കളി പിണറായി തിരിച്ചറിഞ്ഞതും ഇല്ല. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തത് കൊണ്ട് എന്ത് നേട്ടമാണ് ഈ സമുദായത്തിൽ സൃഷ്ടിക്കുന്നത്? എന്ത് നേട്ടമാണ് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്? ഒന്നുമില്ല. ഒരു നേട്ടവും ഉണ്ടാക്കുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. വെള്ളാപ്പള്ളി പത്മഭൂഷൺ പുരസ്കാരങ്ങളെ പത്മ പുരസ്കാരങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. പണമുള്ളവർക്ക് മാത്രം പത്മ പുരസ്കാരം എന്ന് പറഞ്ഞ് പേരാപ്പര നടന്ന ഒരു വായില്ലാ കോടാലിയാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തതിനെ എതിർത്തുകൊണ്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കൊല്ലം SN കോളേജിന്റെ ജൂബിലി ശതാബ്ദി ആഘോഷത്തിന്റെ ഫണ്ട് വെട്ടിപ്പ് 3 കോടി ഫണ്ടാണ് ഇയാൾ അടിച്ചുകൊണ്ട് പോയത്. കൊല്ലം SN കോളേജിന്റെ ഫണ്ട് മാത്രമല്ല, ഒരാളെ ടീച്ചറായോ കൊല്ലം SNDP യോഗങ്ങളുടെ കീഴിലുള്ള അല്ലെങ്കിൽ SN ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ടീച്ചറായോ അല്ലെങ്കിൽ ക്ലർക്കായോ അല്ലെങ്കിൽ പിയൂണായോ നിയമനം നേടണമെങ്കിൽ കോടികൾ വാങ്ങും വെള്ളാപ്പള്ളി. ആ കോടികളുടെ കണക്ക് പൊളിറ്റിക്സ് കേരളയുടെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. ആ കോടികൾ വാങ്ങി തട്ടിപ്പ് നടത്തി കേരളമൊട്ടാകെ വിരാജിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ അപമാനമാണ്. ഇപ്പോ വെള്ളാപ്പള്ളി നടേശനെ പൊക്കിക്കൊണ്ട് നടന്ന മുഖ്യമന്ത്രി ആപ്പിലായിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ പൊക്കിക്കൊണ്ട് നടന്ന മുഖ്യമന്ത്രി വലിയ ദുരന്തത്തിലേക്ക് പോവുകയാണ്. 2 മാസമുണ്ട് തിരിച്ചു പിടിക്കാൻ. വെള്ളാപ്പള്ളി നടേശനെ ഇനി തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം അതിനപ്പുറമായി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചു. നായർ ഇഴവ സഖ്യം, ആ സഖ്യത്തിലൂടെ CPM-ന് കിട്ടുന്ന അല്ലെങ്കിൽ LDF-ന് കിട്ടുന്ന വോട്ട് ബാങ്ക്, ഇതൊക്കെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വജ്രായുധങ്ങൾ. ആ വജ്രായുധം ഫലിച്ചില്ല. സുകുമാരൻ നായർ തന്നെ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞു. പെരുവഴിയിലായി വെള്ളാപ്പള്ളി. എന്തായാലും വെള്ളാപ്പള്ളിയുടെ പത്മഭൂഷൺ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം പോയിരിക്കുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മനുഷ്യരിൽ മനുഷ്യ അധമനായ എന്താ പറയുക, ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്ത അബ്കാരി ബിസിനസ്സിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയ ഇയാൾക്ക് പത്മഭൂഷൺ കൊടുത്തത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. അത് BJP അറിഞ്ഞ തുറപ്പുചീട്ടാണ്. ആ തുറപ്പുചീട്ടിൽ വെള്ളാപ്പള്ളി വീണിരിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തത് കേരള സർക്കാർ ശുപാർശ ചെയ്തിട്ടല്ല, BJP കൊടുത്ത പത്മഭൂഷണാണ്. പക്ഷേ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്ക് എങ്ങനെ പത്മഭൂഷൺ കൊടുക്കും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ആ ചോദ്യം ഇപ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പത്മഭൂഷൺ റദ്ദാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.